ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ആനുവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലാണ് അല്ലേ. നിങ്ങൾക്കറിയാം, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, അത് സോൾവ് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ബേസിക് സയൻസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയില്ല, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഇതാ കുറച്ച് വളർച്ചാ ഘട്ടങ്ങൾ അല്ലേ, കുറച്ച് ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഒക്കെ തന്നിട്ടുണ്ട് ഓരോ ഓർഗാനിസത്തിന്റെയും. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഏതൊക്കെ ഓർഗാനിസത്തിന്റെ വളർച്ചാ ഘട്ടങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്നാണ്. നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോരോ ഘട്ടങ്ങളൊക്കെ കാണാൻ പറ്റും അല്ലെ, പല ജീവികളുടേതും കാണാൻ പറ്റും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്റ്റേജുകളും ഉള്ളത് ഏതൊക്കെ ജീവികളുടേതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ 2 ജീവികളുടേതാണ് അല്ലേ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഏതിൻ്റെയൊക്കെയാണ്? നമ്മുടെ മൊസ്കിറ്റോൻ്റെതും ഉണ്ട്, നമ്മുടെ ബട്ടർഫ്ലൈയുടേതും ഉണ്ട് അല്ലേ. അത് നമ്മളോട് ക്രമപ്പെടുത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതാം നമുക്ക്? കൊതുകിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കൊതുക് എന്ത് ചെയ്യാണ്? എഗ് അല്ലേ, മുട്ടയിടുകയാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്നു? റിഗ്ലർ അല്ലേ, നമ്മുടെ കൂത്താടികളായിട്ട് അത് മാറുകയാണ് അല്ലേ. അപ്പൊ കൂത്താടിയായിട്ട് മാറുകയാണ്. എന്നിട്ടാണ് അത് ഇങ്ങോട്ട് മാറുന്നത്, നമ്മുടെ മൊസ്കിറ്റോ ആയിട്ട് അല്ലേ, നമ്മളെയൊക്കെ കുത്താൻ വരുന്ന കൊതുകായിട്ട് മാറുന്നത്. അപ്പൊ ആ 3 സ്റ്റേജുകളും ഇവിടെ വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്. സോ നമുക്കത് എന്ത് ചെയ്യാം? ക്രമപ്പെടുത്തി എഴുതാൻ പറ്റും. അടുത്തത് നമ്മൾ ബട്ടർഫ്ലൈന്റെ കാര്യം നോക്കുകയാണെങ്കിലോ, ഇവിടെ എഗ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോവാണ്? ലാർവയായിട്ട് മാറുകയാണ് അല്ലെ. എന്നിട്ട് അതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അത് എന്തായി മാറുന്നു? പ്യൂപ്പയായിട്ട് മാറുന്നു. എന്നിട്ട് അത് നല്ലൊരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നു. അപ്പൊ ഇത്രയും സ്റ്റേജുകളും നമുക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ട്? ഈ തന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്രമപ്പെടുത്തി എഴുതാൻ പറ്റുന്നുണ്ട്. സോ ഈ 2 ജീവികളുടെയും ഈ 2 ഓർഗാനിസത്തിന്റെയും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് എന്ത് ചെയ്യുന്നു? ക്രമപ്പെടുത്തി എഴുതുന്നു. ബാക്കിയുള്ളവരുടേതൊന്നും കറക്റ്റ് ആയിട്ടല്ലേ, കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാനും പാടില്ല, ആൻസർ ആയിട്ട് എടുത്ത് എഴുതാനും പാടില്ല. സെറ്റ് അല്ലേടാ? ഇതിന്റെ തന്നെ അടുത്ത പാട്ട് നമുക്ക് നോക്കാം. അടുത്ത പാട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ലാർവ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് അല്ലെ. ഇവിടെ തന്നിട്ടുള്ള 2 ജീവികളില്ലേ, അവരുടെ ലാർവയുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതാം അല്ലെ. ആദ്യം തന്നിട്ടുള്ളത് എന്താണ്? നമ്മുടെ തവളയാണ് അല്ലെ, ഫ്രോഗ് ആണ്. അപ്പൊ ഫ്രോഗിൻ്റെത് നമ്മൾ എന്താ എഴുതുന്നത്? നമുക്ക് അവിടെ എഴുതാം അല്ലെ, ടാഡ്പോൾ അല്ലെ, ടാഡ്പോൾ. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം മലയാളത്തിൽ? നമുക്ക് വാൽമാക്രി അല്ലെ, വാൽമാക്രി എന്ന് നമുക്ക് എഴുതാം. ആൻസർ കിട്ടിയില്ലേ? അടുത്തത് എന്താണ്? തുമ്പി അല്ലേ, ഡ്രാഗൺ ഫ്ലൈ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഇനം തുമ്പിയുടെ ലാവയാണ് എന്ത്? നമ്മുടെ കുഴിയാന അല്ലെ, ഡൂഡിൽ ബഗ് എന്ന് പറയുന്നത്. സോ നമുക്കത് ഇവിടെ എഴുതാം, ഡൂഡിൽ ബഗ്. അല്ലെങ്കിൽ എന്താണ്? കുഴിയാന അല്ലെ, കുഴിയാന. അപ്പൊ അതും ആൻസർ ആയി. എന്നിട്ട് ഇതിന് ഒരു പാർട്ടും കൂടെ ഉണ്ട് ക്വസ്റ്റ്യൻ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇത്തരത്തിൽ ജീവികൾക്കുണ്ടാവുന്ന മാറ്റത്തിന് പറയുന്ന പേരെന്ത് അല്ലെ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ചേഞ്ച് ഇൻ ഓർഗാനിസംസ് അല്ലെ. അപ്പൊ ഇതാ ജീവികളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് അല്ലെ, ഇങ്ങനെയുള്ള ചേഞ്ചസിന് നമ്മൾ ഒരു പേര് പഠിച്ചിട്ടുണ്ട്. എന്താണത്? രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് അല്ലെ. ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അല്ലെ, മുട്ട വിരിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അതിന്റെ പാരന്റുമായിട്ട്, അതിന്റെ മാതൃജീവിയായിട്ട് ഒരു സാദൃശ്യവും ഉണ്ടാവില്ല. അപ്പൊ ഉണ്ടാവുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ലാർവ എന്ന് വിളിക്കും അല്ലെ. നമ്മൾ ലാർവ എന്ന് വിളിക്കും. ഈ ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ പിന്നീട് കുറേ ഘട്ടങ്ങളിലൂടെ അല്ലെ, കുറേ സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് അവസാനം എന്തായിട്ട് മാറുകയാണ്? അതിന്റെ പാരന്റിനെ പോലെ തന്നെ, അതിന്റെ മാതൃജീവിയെ പോലെ തന്നെ എന്ത് ചെയ്യാണ്? അതേ രൂപത്തിലേക്ക് മാറുകയാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ അല്ലെ, ആ ഒരു ചേഞ്ചസിനെ അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അപ്പൊ ഇതാ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കുറേ സ്കൂളിലുള്ള കുട്ടികൾ എന്ത് ചെയ്യാണ്? സ്റ്റഡി ടൂർ പോയിക്കാണ്. എങ്ങോട്ട്? നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരവിടെ കുറേ പക്ഷികളെയൊക്കെ നിരീക്ഷിച്ചിട്ട് അല്ലെ, ഒബ്സർവ് ചെയ്തിട്ട് അവര് കുറിപ്പുകൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിക്കുക? നമ്മളൊരു പക്ഷിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എഴുതാം അല്ലെ, കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അതിന്റെ നിറം, വലിപ്പം, ആകൃതി അല്ലെ, അതിന്റെ ഷേപ്പ്, അതിന്റെ സൈസ്, അതിന്റെ കളർ, അതുപോലെ അതിന്റെ ആ ഫുഡും, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ആഹാരം സമ്പാദിക്കുന്നത് അല്ലെ, അതുപോലെ കൊക്കിന്റെ ഒക്കെ കാലിന്റെ ഒക്കെ അതിന്റെ ഒരു വലുപ്പത്തിന്റെയും അതിന്റെ ആ ഒരു ഷേപ്പിന്റെ ഒക്കെ പ്രത്യേകതകൾ അല്ലെ, നമ്മൾ അഡാപ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുള്ള പ്രത്യേകതകൾ, അതിന്റെ ഫെദറിന്റെ പ്രത്യേകത, തൂവലുകൾ ഒരേപോലെയാണോ, അത് പറക്കുന്ന രീതി, അതിന്റെ ശബ്ദം, അതിന്റെ കൂടുകൾ അല്ലെ, അത് പ്രധാനമായിട്ട് കാണപ്പെടുന്നത് എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുറിപ്പ് തയ്യാറാക്കേണ്ടത് എന്ന് സാരം അല്ലെ. അല്ലാതെ വെറുതെ ഒരു പക്ഷീനെ കണ്ടിട്ട് ആ പക്ഷി ഇങ്ങനെയാണ് എന്ന് ഒറ്റ വാക്കിൽ പറയല്ല നമ്മൾ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിരീക്ഷിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അവർ ചോദിച്ചത് എത്ര എണ്ണം
എന്തൊക്കെയാണോ എത്ര പ്രത്യേകതകളാണോ ചോദിച്ചിട്ടുള്ളത് അത്രയും നമുക്ക് അവിടെ എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നെയിം 2 areas in Kerala where migratory birds visit in abundance. അല്ലേ, കേരളത്തിൽ ദേശാടന പക്ഷികൾ കൂടുതലായിട്ടും വരുന്ന സ്ഥലങ്ങളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ പറയാം നമുക്ക്? യെസ്, നമുക്ക് കടലുണ്ടിയും തട്ടേക്കാടും കുമരകവും ഒക്കെ എന്താണ് ഈ ദേശാടന പക്ഷികളിലെ മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന സ്ഥലങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ളതാണ്. സോ നമുക്ക് അതിനകത്തുള്ള പ്രദേശങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നാടുകളുടെ പേര് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം അല്ലേ, ഈ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ നെയിം ഓഫ് എ വേൾഡ് ഫേമസ് ബേർഡ് വാച്ചർ. അല്ലെ, ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷകന്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരാളെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആരാണത്? യെസ്, ഡോക്ടർ സലീം അലിയാണ് ഇന്ത്യയിലുള്ള പ്രശസ്തനായിട്ടുള്ള അല്ലെ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷകനാണ്. സെറ്റ് അല്ലേടാ? അപ്പൊ ഇത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ, 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. രണ്ടും കൂടെ ആയിട്ട് 10 മാർക്കോളം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.